സ്കോർപിയോ എൻ ജൂൺ 27 ആണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ അതൊരു ലാഡർ ഫ്രെയിം SUV ആയിരിക്കും. നമ്മുടെ മാർക്കറ്റിൽ എത്രത്തോളമായിരിക്കും അതിൻ്റെ പ്രസക്തി എന്നാണ് നമ്മളിന്ന് അനലൈസ് ചെയ്യുന്നത്. 2002 മഹീന്ദ്ര ആദ്യമായിട്ട് സ്കോർപിയോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. മഹീന്ദ്രയുടെ ആദ്യത്തെ ഗ്ലോബൽ പ്രോഡക്റ്റും സ്കോർപിയോ ആയിരുന്നു. അതിൻ്റെ റവല്യൂഷണറി ആയിട്ടുള്ള ഡിസൈനും ലക്ഷറിയസ് ആയിട്ടുള്ള ഉൾഭാഗവും റഗ്ഗഡ് നേച്ചറും പിന്നെ ഒരു കാറ് പോലെയുള്ള ഉപയോഗക്ഷമതയും അതിന് ഇന്ത്യ പോലുള്ള ഒരു SUV ലവിങ് രാജ്യത്ത് ഒരു ഇൻസ്റ്റൻറ്റ് ഹിറ്റാക്കി മാറ്റി. സ്കോർപിയോ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ട് 20 വർഷമായി. ഇതിനിടയ്ക്ക് 4 മേജർ അപ്ഡേറ്റുകളാണ് സ്കോർപിയോയ്ക്ക് ലഭിച്ചത്. 2006, 2009, 2014, 2017 സ്കോർപിയോയ്ക്ക് അപ്ഡേറ്റുകൾ ലഭിച്ചത്. ഇന്നും നമ്മുടെ കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ ഏറ്റവും ക്യാപ്പബിലിറ്റി ഉള്ളതും ഏറ്റവും റഗ്ഗഡുമായിട്ടുള്ള SUV വേണ്ടവർക്ക് സ്കോർപിയോ അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ആവണം 2022 മാർച്ചിലെ കണക്കനുസരിച്ച് 6061 യൂണിറ്റ് സ്കോർപിയോസാണ് ഇന്ത്യയിൽ വിറ്റിരിക്കുന്നത്. 2021 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 160% വളർച്ചയാണ് സ്കോർപിയോ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രെറ്റയും സെൽറ്റോസും കഴിഞ്ഞ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിലായ കോമ്പാക്ട് SUV മാർച്ച് 2021 സ്കോർപിയോ ആണ്. 2022 പഴയ സ്കോർപിയോ മഹീന്ദ്ര ഡിസ്കണ്ടിന്യൂ ചെയ്യില്ല. സ്കോർപിയോ ക്ലാസിക് എന്ന പേരിൽ അത് ഇനിയും മാർക്കറ്റിൽ തുടരും. ഇതൊക്കെയാണെങ്കിലും മറ്റെതിരാളികളെ പോലെ കാറിലേക്ക് ഹാൻഡ്ലിംഗ് ഇല്ലാത്തതും യാത്രാസുഖത്തിൻ്റെ കുറവും കാലത്തിനനുസരിച്ചുള്ള ലക്ഷറിയും സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ അഭാവവും അർബൻ ബയേഴ്സിനെ സ്കോർപിയോയിൽ നിന്നും പിന്തിരിപ്പിച്ചു. ഇവിടെയാണ് സ്കോർപിയോ എന്നിൻ്റെ പ്രസക്തി. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഉള്ള ഈ പ്രൈസ് റേഞ്ചിലുള്ള മറ്റ് SUVകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും സ്കോർപിയോ എൻ ശരിക്കും ബിഗ് ഡാഡി തന്നെയാണ്. സ്കോർപിയോ എന്നിൻ്റെ പ്രൈസ് വരാൻ പോകുന്നത് 15 മുതൽ 22 ലക്ഷത്തിനിടയ്ക്കാണെന്നാണ് അനുമാനിക്കുന്നത്. സ്കോർപിയോ എന്നിൻ്റെ ബിഗ് ഡാഡിയാണെന്ന് ഞാൻ പറയാൻ 3 കാരണങ്ങളാണ്. ഒന്നാമത്തെ കാര്യം ബോഡി ഓൺ ലാഡർ കൺസ്ട്രക്ഷനും റിയർ വീൽ ഡ്രൈവ് ലേഔട്ടും. ഈ സെഗ്മെൻറ്റിൽ ഇപ്പം വേറെ ഒരു വണ്ടി പോലും ഇല്ല ഈ ഒരു കോൺഫിഗറേഷനിൽ വരുന്നത്. രണ്ടാമത്തെ കാര്യം 4 വീൽ ഡ്രൈവും ലോ റേഷ്യോ ട്രാൻസ്ഫർ കേസും ഓപ്ഷണലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്യാപ്പബിളായിട്ടുള്ള റിയൽ ഓഫ് റോഡറാണ്, അല്ലാതെ ഒരു അർബൻ സോഫ്റ്റ് റോഡർ അല്ല. മൂന്നാമത്തെ റീസൺ ഒരുപാട് ലക്ഷറിയും സേഫ്റ്റിയും ഓഫ് റോഡ് ഫീച്ചേഴ്സും സ്കോർപിയോ എന്നിനകത്ത് വരുന്നുണ്ട്. 2012 മുതൽ മോണോകോക്ക് ഫ്രണ്ട് വീൽ ഡ്രൈവ് SUVസിൻ്റെ വരവോടുകൂടി നമ്മുടെ നാട്ടിൽ ശരിക്കുള്ള SUVs വളരെ കുറഞ്ഞു. കംഫർട്ടബിളും ലക്ഷറീസ് ആയിട്ടുള്ള ഒരു 4x4 SUV വേണ്ടവർക്ക് ഇപ്പം സ്കോർപിയോ ക്ലാസിക് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഓപ്ഷൻ ഫോർച്യൂണറാണ്. അപ്പം സ്കോർപിയോ ക്ലാസിക്കിനും ഫോർച്യൂണറിനും ഇടയിൽ നിലനിൽക്കുന്ന വലിയൊരു ഗ്യാപ്പിലേക്കാണ് സ്കോർപിയോ എൻ വരുന്നത്. സ്കോർപിയോ എന്നിൻ്റെ ഡയമെൻഷൻസും എക്സ്റ്റീരിയർ ഫീച്ചേഴ്സും ഇൻറ്റീരിയർ ഫീച്ചേഴ്സും ഓഫ് റോഡ് എക്യുപ്മെൻറ്റ്സും സേഫ്റ്റി ഫീച്ചേഴ്സും എൻജിൻ ഓപ്ഷൻസും എല്ലാം നമുക്കൊന്ന് നോക്കാം. സ്കോർപിയോ എന്നിൻ്റെ ഡയമെൻഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കോർപിയോ ക്ലാസിക്കിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും 206 മില്ലിമീറ്റർ നീളം കൂടുതലാണ്, 97 മില്ലിമീറ്റർ വിഡ്ത്ത് കൂടുതലാണ്, 70 മില്ലിമീറ്റർ വീൽ ബേസും സ്കോർപിയോ എന്നിന് കൂടുതലാണ്. ക്ലാസിക്കിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും 125 mm ഹൈറ്റ് സ്കോർപിയോ എന്നിന് കുറവാണ്. ഫോർച്യൂണറിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വിഡ്ത്തും ഹൈറ്റും സ്കോർപിയോ എന്നിനാണ് കൂടുതൽ. വീൽ ബേസ് ഫോർച്യൂണറിൻ്റെ സെയിം വീൽ ബേസ് തന്നെയാണ് സ്കോർപിയോ എന്നിനും വരുന്നത്. നീളം ഫോർച്യൂണറിനാണ് കൂടുതൽ. ഫോർച്യൂണറിൻ്റെ അത്രയും വീൽ ബേസ് ഉള്ളതുകൊണ്ട് തന്നെ ഇൻറ്റീരിയറിൽ പഴയ സ്കോർപിയോ അപേക്ഷിച്ച് സ്പേസ് വളരെ കൂടുതലായിരിക്കും. എക്സ്റ്റീരിയർ ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരേ സമയം മസ്കുലറും എന്നാൽ പ്രീമിയവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈനാണ് സ്കോർപിയോ എന്നിന് കൊടുത്തിരിക്കുന്നത്. ആൾട്ടോറാസ് G4 സാമ്യം തോന്നുന്ന ഡിസൈനാണ്. എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ പ്രൊജക്ടർ LED ഹെഡ് ലാമ്പ്സ് വരുന്നുണ്ട്, LED ഫോഗ് ലാമ്പ്സ് വരുന്നുണ്ട്, C-ഷേപ്ഡ് ആയിട്ടുള്ള LED DRLs വരുന്നുണ്ട്, 18 ഇഞ്ച് അലോയ് വീൽസാണ് വരുന്നത്, സൺറൂഫ് വരുന്നുണ്ട്, റൂഫ് റെയിൽസും വരുന്നുണ്ട്. ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ക്ലാസിക്കിനേക്കാൾ വളരെ ലക്ഷറീസും വളരെ മികച്ച സ്പേസ് മാനേജ്മെൻറ്റും ഉള്ള ഇൻറ്റീരിയറാണ് സ്കോർപിയോ എന്നിന് വരുന്നത്. ഫ്രണ്ട് സീറ്റ്സ് പഴയതിനേക്കാളും വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. 6 and 7 സീറ്റർ കോൺഫിഗറേഷനിൽ സ്കോർപിയോ എൻ ലഭ്യമാവും. ഫ്രണ്ട് ഫേസിംഗ് ആയിട്ടുള്ള 3rd row സീറ്റ്സ് ആയിരിക്കും സ്കോർപിയോ എന്നിന് സ്റ്റാൻഡേർഡായിട്ട് വരുന്നത്. ഡാഷ്ബോർഡ് ഫോർച്യൂണറിനോട് സാമ്യം തോന്നിക്കുന്ന ഡാഷ്ബോർഡാണ്.
ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ 8 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനാണ് സ്കോർപിയോ എന്നിൽ വരുന്നത്. അതിൽ XUV-യിലുള്ളതുപോലെ അഡ്രനോക്സ് പവേർഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അതായത് അഡ്രനോക്സിൻ്റെ ആപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഫോണുമായിട്ട് കണക്ട് ചെയ്യാം. ഫോൺ ഉപയോഗിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം, വണ്ടിയുടെ ലൊക്കേഷൻ അറിയാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. സ്കോർപിയോ എന്നിൽ ഡ്രൈവർ പ്രൊഫൈൽസ് വരുന്നുണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഈ വണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സീറ്റും മ്യൂസിക്കും മിറേഴ്സും എല്ലാം സെറ്റ് ചെയ്ത് ഒരു പ്രൊഫൈലിൽ സേവ് ചെയ്ത് വയ്ക്കാം. അപ്പം മറ്റൊരാൾ വന്ന് സെറ്റിങ്സൊക്കെ മാറ്റിയാലും നമ്മൾ ഈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും സെറ്റിങ്സ് എല്ലാം നമ്മൾ പഴയ സെറ്റ് ചെയ്ത് വെച്ച രീതിയിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഈ സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സും മിറേഴ്സും ആയിരിക്കും സ്കോർപിയോ എന്നിന് സ്റ്റാൻഡേർഡായിട്ട് വരുന്നത്. മാത്രമല്ല സ്കോർപിയോ എന്നിന് സോണിയുടെ സൗണ്ട് സിസ്റ്റം ആണ് വരുന്നത്. കീലെസ് എൻട്രിയും പുഷ് ബട്ടൺ സ്റ്റാർട്ടും വരുന്നുണ്ട്. ഡ്യുവൽ സോൺ ക്ലൈമട്രോണിക് AC ആയിരിക്കും വരുന്നത്. XUV700 വരുന്ന സെയിം സ്റ്റിയറിംഗ് വീലും ആണ് സ്കോർപിയോ എന്നിൽ വരുന്നത്. സ്കോർപിയോ എന്നിനകത്ത് ക്രൂയിസ് കൺട്രോളും വരുന്നുണ്ട്. XUV700 വരുന്നത് പോലെ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റംസ് സ്കോർപിയോ എന്നിൽ വരുമോ എന്നുള്ള കാര്യം ഷുവർ അല്ല. സ്കോർപിയോൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുമ്പോഴത്തേക്കും അനലോഗ് സ്പീഡോമീറ്ററും അനലോഗ് ടാക്കോമീറ്ററും മിഡിലൊരു MID സ്ക്രീനുമാണ് വരുന്നത്. മറ്റ് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ബാക്കിലെ പാസഞ്ചേഴ്സിന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എയർ കണ്ടീഷൻ കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ ബാക്കിലെ സീറ്റ് 1 ടച്ച് ടംബിൾ ഡൗൺ സീറ്റാണ്. സ്കോർപിയോൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വരുന്നുണ്ട്. ഹിൽ ഹോൾഡ് ഫംഗ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇതിന് എത്ര എയർ ബാഗ്സ് വരും എന്നുള്ള കാര്യം കൺഫേം ആയിട്ടില്ല. സ്കോർപിയോൻ്റെ ഓഫ് റോഡ് എക്യുപ്മെൻറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 വീൽ ഡ്രൈവ് മോഡ് സെലക്ടർ വരുന്നുണ്ട്. അതായത് 2H 4H 4L ആ മോഡ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു റോട്ടറി ഡയലാണ് കൊടുത്തിരിക്കുന്നത്, എൻഡേവറിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ. പിന്നെ 4 ഓഫ് റോഡ് മോഡ്സ് വരുന്നുണ്ട്. സാൻഡ്, മഡ്, ഗ്രാസ്, സ്നോ. ഇത് സാധാരണ മോണോകോക്ക് ഫ്രണ്ട് ഡ്രൈവ് SUVs വരുന്നത് പോലെയുള്ള മോഡായിരിക്കില്ല. ഇത് പ്രോപ്പർ ഫങ്ഷണൽ ആയിട്ടുള്ള മോഡ്സ് ആയിരിക്കും. മെക്കാനിക്കൽ ലോക്കിംഗ് ഡിഫറൻഷ്യൽ വരുന്നുണ്ട് കാറിൽ വരുന്നത് പോലെ. അതായത് ബാക്കിലെ ഒരു വീല് ട്രാക്ഷൻ ഇല്ലാതെ കറങ്ങുകയാണെങ്കിൽ ആ ടോർക്കും കൂടി ട്രാക്ഷനുള്ള വീലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സിസ്റ്റമാണ് മെക്കാനിക്കൽ ലോക്കിംഗ് ഡിഫറൻഷ്യൽ. ഫ്രണ്ട് ഡിഫറൻഷ്യലിന് ബ്രേക്ക് വെക്ടറിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വരുന്നുണ്ട്. അതായത് ഒക്ടാവിയ VRS 230 വന്നിരുന്ന ഒരു സിസ്റ്റമാണത്. അതായത് നമ്മൾ ഹൈ സ്പീഡിൽ കോർണർ ചെയ്യുമ്പോഴത്തേക്കും ഇൻസൈഡ് വീല് കുറച്ച് ബ്രേക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ബ്രേക്ക് വെക്ടറിങ്. അപ്പം സ്കോർപിയോ എന്നിൽ അതിൻ്റെ പർപ്പസ് ഹൈ സ്പീഡ് കോർണറിങ്ങിന് തന്നെയാണോ എന്ന് അറിയില്ല. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഫ്രണ്ട് സസ്പെൻഷനാണ് വരുന്നത്. അതേപോലെ 5 ലിങ്ക് റിയർ സസ്പെൻഷനാണ് വരുന്നത്. ഫ്രീക്വൻസി സെലക്റ്റീവ് ഡാമ്പിംഗ് ഉള്ള സസ്പെൻഷനാണ് സ്കോർപിയോ എന്നിൽ വരുന്നത്. റോഡിനനുസരിച്ചുള്ള സസ്പെൻഷൻ ഡാമ്പിംഗ് ആയിരിക്കും. ജീപ്പ് കോമ്പസിലും വരുന്ന ഫീച്ചറാണ് ഫ്രീക്വൻസി സെലക്റ്റീവ് ഡാമ്പിംഗ്. പിന്നെ ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ വരുന്നുണ്ട്. അതായത് നമ്മളൊരു ഇറക്കത്തിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഈ ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ചെറിയൊരു സ്പീഡിൽ പതുക്കെ ഇറങ്ങിപ്പോവും. നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എൻജിൻ ഓപ്ഷൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3 എൻജിൻ ഓപ്ഷൻസിലും 2 ട്രാൻസ്മിഷൻ ഓപ്ഷൻസിലായിരിക്കും സ്കോർപിയോ തന്നെ അവൈലബിൾ ആയിട്ടുള്ളത്. 2.2 ലിറ്റർ ഡീസൽ, അത് 2 സ്റ്റേറ്റ് ഓഫ് സ്റ്റോൺസിലും 2 ട്രാൻസ്മിഷനിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. 132 bhp 300 Nm അല്ലെങ്കിൽ 175 bhp 370 Nm 6 സ്പീഡ് മാനുവലിൽ അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ 175 HP പവറും 400 Nm ടോർക്കുമായിട്ട് 6 സ്പീഡ് ഓട്ടോമാറ്റിക്കലും അവൈലബിൾ ആയിരിക്കും. പിന്നെ 2.0 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. 200 bhp പവറും 370 Nm ടോർക്കും ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ 400 Nm ടോർക്കായിരിക്കും അവൈലബിൾ ആകുന്നത്. ഈ 2 വണ്ടികൾ 2 ലിറ്റർ ഡീസലും 2.0 പെട്രോളിലും ഇത് 4 വീൽ ഡ്രൈവ് ഓപ്ഷനും അവൈലബിൾ ആയിരിക്കും. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പഴയ സ്കോർപിയോ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ എല്ലാ പോരായ്മകളും പരിഹരിച്ച് അതിൻ്റെ നല്ല വശങ്ങളെല്ലാം ഒന്നുകൂടി എൻഹാൻസ് ചെയ്ത് ഒരു പുതിയ സെഗ്മെൻറ്റ് തന്നെ രൂപീകരിച്ചിരിക്കുകയാണ് മഹീന്ദ്ര സ്കോർപിയോ N. ഇതിനെ നമുക്ക് റീബർത്ത് ഓഫ് ദ റിയൽ SUV എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കൂടുതൽ മാനുഫാക്ചറേഴ്സ് ഇതുപോലെയുള്ള പ്രോഡക്ട്സ് ഇറക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.